നിയമവിരുദ്ധമായി യാത്രാരേഖകളില്ലാതെ വിസ ഇല്ലാതെ ഇന്ത്യയിൽ വന്നാലും അമേരിക്കയിൽ വന്നാലും ലോകത്തെവിടെ ചെന്നാലും കുറ്റമാണ്, അത് ക്രൈമാണ്. ആ രാജ്യത്തെ നിയമപ്രകാരം ക്രൈം കേസിലെ പ്രതികളെ, കുറ്റവാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഓരോ രാജ്യത്തും നിയമമുണ്ട്. അതിനവർ വിലങ്ങ് വെക്കും, ജയിലിലടയ്ക്കും. ഇന്ത്യയും ജയിലിലടയ്ക്കുന്നുണ്ട്, എറണാകുളത്തും ജയിലിലടയ്ക്കുന്നുണ്ട്, തിരുവനന്തപുരത്തും ജയിലിലടയ്ക്കുന്നുണ്ട്, കോഴിക്കോട് പിടിച്ചാലും ജയിലിലടയ്ക്കും, മലപ്പുറത്ത് പിടിച്ചാലും ജയിലിലടയ്ക്കും, അതുപോലെ അമേരിക്ക പിടിച്ചാലും ജയിലിലടയ്ക്കും, ചെങ്ങലയിടും, കൈവിലങ്ങ് വെക്കും, കയറ്റി നാടും കടത്തും. ഇത് സ്വാഭാവികമാണ്. അതല്ലാതെ ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയോ ഇന്ത്യൻ സമ്പദ്ഘടനയെ സഹായിക്കാനോ വേണ്ടി പോയതല്ല, ഇന്ത്യയെ അപമാനിക്കാൻ പോയവരാണ്. കാരണം ഇന്ത്യൻ പാസ്പോർട്ടുമായി മറ്റൊരു രാജ്യത്ത് നുഴഞ്ഞു കയറിയാൽ അതിൻ്റെ ഇന്ത്യക്കാരൻ വന്നു എന്നേ പറയത്തുള്ളൂ. നമ്മൾ ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കയറും അല്ലേ? ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കാതെ കയറിയാലും പറയുന്നതെന്നറിയാം, കള്ളവണ്ടി കയറിയെന്ന്. വണ്ടി എന്ത് കള്ളത്തരം ചെയ്തു? ഞാനല്ലേ ചെയ്തത്. അത് പേര് ദോഷം ആർക്ക്? വണ്ടിക്ക്. കള്ളവണ്ടി കയറിപ്പോയെന്നല്ലേ പറയുന്നത്. ഈ പണ്ടാരണ്ട് പറഞ്ഞല്ലേ സുഖിയനില്ലേ നമ്മൾ കഴിക്കുന്ന സുഖിയൻ, പേരെന്താ സുഖിയൻ. എണ്ണ കിടന്ന് കരിഞ്ഞ് മുരിഞ്ഞു വരുന്ന സാധനത്തിന്, അത്രയും ചൂട് സഹിച്ച ആ സാധനത്തിന് സുഖിയൻ എന്ന് പേരിടുന്നു എന്ന് പറയുന്ന പോലെ ഇവർ സുഖിക്കാൻ പോയവരാണ്. സുഖിക്കാൻ പോയതിൻ്റെ പേര് ദോഷം ആർക്കാ? ഇന്ത്യക്ക്. ഇന്ത്യക്കാരൻ നുഴഞ്ഞു കയറിയുന്ന 7.5 ലക്ഷം ഇന്ത്യക്കാരൻ നുഴഞ്ഞു കയറി വന്നിരിക്കുന്നു. ഇന്ത്യക്കാർ ഇത്ര വൃത്തികെട്ടവരാണെന്നാണ് അമേരിക്കക്കാരൻ്റെ ഇംപ്രഷൻ. അപ്പോൾ അമേരിക്ക പിടിക്കും. അമേരിക്കയല്ല, ലോകത്തെ ഏത് രാജ്യവും പിടിക്കും, തിരിച്ചയക്കും. അതിന് ഇവിടുത്തെ പത്രങ്ങൾ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവരുടെ രോഗം വേറെയാണ്. നേരത്തെ പറഞ്ഞാൽ മോദി വിരോധം, ട്രംപ് വിരോധം, അതോടൊപ്പം തന്നെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് ഇവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരായ റോഹിംഗ്യൻ മുസ്ലിംസിനെ, ബംഗ്ലാദേശി മുസ്ലിംസിനെ ഇന്ത്യ തിരിച്ചയക്കരുത്, അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നാടകമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.